അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. ആനുകാലിക സംഭവ വികാസങ്ങളെക്കുറിച്ചും ഹജ്ജ് സന്ദേശവുമായും സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് ഇന്ന് KMIC ന്യൂസിൽ. ധർമ്മപതാകയേന്തുക SYS മെമ്പർഷിപ്പ് ക്യാമ്പയിന് നാളെ തുടക്കം. അഭയമില്ലാതെ ആയിരങ്ങൾ ക്രൊയേഷ്യൻ അതിർത്തിയിൽ. അഭയാർത്ഥി പ്രശ്നത്തിന് പരിഹാരം കാണാൻ അടിയന്തര യോഗം. പുണ്യഭൂമിയിൽ കർമ്മോത്സുകരായി RSC വളണ്ടിയർമാർ. RSCക്ക് ഹറം പോലീസിന്റെ അഭിനന്ദനം. ഷേഖ് റാഷിദ് ബിൻ മുഹമ്മദ് അൽ മഖ്തൂമിന് യാത്രമൊഴി. പ്രമുഖ വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും സാന്നിധ്യത്തിൽ ഖബറടക്കി. ഖബറടക്കം തികച്ചും സുന്നി ആചാരപ്രകാരം. ഭീകര സംഘടനയായ ISISനെ സൃഷ്ടിച്ചത് ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദും അമേരിക്കൻ ഏജൻസിയായ CIA ചേർന്നാണെന്ന് വെളിപ്പെടുത്തൽ. പട്ടേൽ സമുദായത്തിന് സംവരണം ആവശ്യപ്പെട്ട് പ്രക്ഷോഭം നടത്തിയ യുവനേതാവ് ഹാർദിക് പട്ടേലിന് ജാമ്യം. ജനാധിപത്യത്തിൽ ജനങ്ങളുടെ ശക്തിയാണ് പ്രാധാന്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വാർത്തകൾ വിശദമായി. പട്ടേൽ സമുദായത്തിന് സംവരണം ആവശ്യപ്പെട്ട് പ്രക്ഷോഭം നടത്തിയ യുവനേതാവ് ഹാർദിക് പട്ടേലിന് ഗുജറാത്ത് സർക്കാർ ജാമ്യം അനുവദിച്ചു. പട്ടേലിനെ അറസ്റ്റ് ചെയ്ത് മണിക്കൂറുകൾക്കകം തന്നെ മോചിപ്പിക്കുകയായിരുന്നു. ഇയാൾക്കൊപ്പം അറസ്റ്റിലായ 35 പേർക്കും ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. അതിനിടെ ഹാർദിക്കിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഗുജറാത്തിൽ മൊബൈൽ ഇന്റർനെറ്റിന് ഏർപ്പെടുത്തിയ വിലക്ക് ഇന്ന് തുടരും. പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ഏകതാ യാത്ര നടത്താൻ തുനിഞ്ഞതിനെ തുടർന്നാണ് ഇന്നലെ ഹാർദിക്കിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിനെ തുടർന്ന് സംസ്ഥാനത്ത് പ്രതിഷേധം ശക്തമായിരുന്നു. ജനാധിപത്യത്തിൽ ജനങ്ങളുടെ ശക്തി വളരെ പ്രാധാന്യമർഹിക്കുന്നതാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിലൂടെ ജനങ്ങളെ അഭിസംബോധനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മൻ കി ബാത്തിലൂടെ ജനങ്ങളെ അഭിസംബോധനം ചെയ്യാൻ തുടങ്ങിയിട്ട് 1 വർഷം പൂർത്തിയായി. നിരവധി കാര്യങ്ങൾ ജനങ്ങളിൽ നിന്നും പഠിക്കാൻ സാധിച്ചു. കത്തുകളിലൂടെയും മറ്റും നിരവധി ആളുകളുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞു. ഇതിൽ പലതും പ്രാവർത്തികമാക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതായും മോദി പറഞ്ഞു. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ വിവിധ സ്ഥലങ്ങളിലുള്ള 50 കുടുംബാംഗങ്ങളുമായി ഒക്ടോബറിൽ കൂടിക്കാഴ്ച നടത്തും. നേതാജിയുടെ ബന്ധുക്കളെ ഔദ്യോഗിക വസതിയിലേക്ക് ക്ഷണിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കൊൽക്കത്തയിലുള്ള ബന്ധുക്കളുമായി ബന്ധപ്പെട്ടിരുന്നുവെന്നും വളരെ സന്തോഷത്തോടെയാണ് ഇക്കാര്യം ജനങ്ങളുമായി പങ്കുവെക്കുന്നതെന്നും മൻ കി ബാത്തിലൂടെ മോദി അറിയിച്ചു. പാവപ്പെട്ട നിരവധി കുടുംബങ്ങൾ ഗ്യാസ് സബ്സിഡി വേണ്ടെന്ന് വെച്ചു. ഇതും നിശബ്ദ വിപ്ലവമാണ്. ടെലിഫോണിലൂടെ ആളുകളെ ബന്ധപ്പെടുക വഴി വ്യത്യസ്തമായ കാര്യം ചെയ്യാനാണ് താൻ ശ്രമിച്ചത്. 55,000 ഫോൺ കോളുകളാണ് ലഭിച്ചതെന്നും മോദി വ്യക്തമാക്കി. അഭയമില്ലാതെ ആയിരങ്ങൾ ക്രൊയേഷ്യൻ അതിർത്തിയിൽ. അഭയാർത്ഥി പ്രശ്നത്തിന് പരിഹാരം കാണാൻ യൂറോപ്യൻ യൂണിയൻ അടുത്തയാഴ്ച അടിയന്തര യോഗം വിളിച്ചു. വിശദമായ റിപ്പോർട്ടിലേക്ക്. ജർമ്മനി, ഹംഗറി, ക്രൊയേഷ്യ എന്നീ രാജ്യങ്ങൾ അതിർത്തികൾ കൊട്ടിയടച്ചതോടെ പടിഞ്ഞാറൻ യൂറോപ്പിലേക്കുള്ള വാതിലടഞ്ഞ് 10,000-കണക്കിന് അഭയാർത്ഥികൾ ക്രൊയേഷ്യൻ അതിർത്തിയിൽ കുടുങ്ങി. സെർബിയയിൽ നിന്നുള്ള 17,000-ലേറെ പേരാണ് കഴിഞ്ഞ ദിവസം ക്രൊയേഷ്യൻ അതിർത്തിയിൽ കുടുങ്ങിയത്. ഹംഗറി അതിർത്തി അടച്ചതോടെ ക്രൊയേഷ്യ വഴി പടിഞ്ഞാറൻ യൂറോപ്പ് ലക്ഷ്യം വെച്ചവരായിരുന്നു ഇവർ. കഴിഞ്ഞ ദിവസം കിഴക്കൻ ക്രൊയേഷ്യയുടെ റോഡുകളിൽ അഭയമില്ലാതെ ആയിരങ്ങളാണ് വലഞ്ഞത്. വലിയ ജനക്കൂട്ടമാണിവിടെ. ഞങ്ങൾക്ക് ഭക്ഷണമില്ല, വാഹന സൗകര്യമില്ല, വസ്ത്രങ്ങളില്ല, സഹിക്കാവുന്നതിലപ്പുറമാണ് ഈ പലായനം. ബഗ്ദാദിൽ നിന്നുള്ള ഇബ്രാഹിം യൂസുഫ് വിലപിക്കുന്നു. മുന്നോട്ടുള്ള വഴിയടഞ്ഞതിനാൽ ഇറാഖിലേക്കു തന്നെ മടങ്ങാനാണ് ഇബ്രാഹിമിന്റെ പദ്ധതി. അതിർത്തി അടച്ചതായി ക്രൊയേഷ്യൻ സർക്കാരിന്റെ പ്രഖ്യാപനത്തിനിടയിലും അഭയാർത്ഥികൾ നിലക്കാതെ പ്രവഹിക്കുന്നു. ഇവിടേക്ക് വരേണ്ടെന്നും യൂറോപ്പിലേക്കുള്ള വഴി ഇതല്ല എന്നുമാണ് ക്രൊയേഷ്യൻ സർക്കാർ അവരോട് പറയുന്നത്. ക്രൊയേഷ്യയിൽ നിന്ന് സ്ലോവേനിയ വഴി കടക്കാൻ ശ്രമിച്ചവർക്കു നേരെ പോലീസ് കുരുമുളക് സ്പ്രേ പ്രയോഗിച്ചു. അതേസമയം രജിസ്റ്റർ ചെയ്ത അഭയാർത്ഥികളെ അതിർത്തിയിൽ തടഞ്ഞുവെച്ച ക്രൊയേഷ്യ അന്താരാഷ്ട്ര നിയമം ലംഘിച്ചിരിക്കുകയാണെന്ന് ഹംഗറി ആരോപിച്ചു. അഭയാർത്ഥി പ്രശ്നത്തിന് പരിഹാരം കാണാൻ യൂറോപ്യൻ യൂണിയൻ അടുത്താഴ്ച അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട്. ക്രൊയേഷ്യയിൽ നിന്ന് 3 ദിവസത്തിനിടെ എത്തിയത് 20,000 പേരാണ്. 6 മാസത്തിനിടെ യൂറോപ്പിന് ലഭിക്കുന്ന അപേക്ഷകളുടെ എണ്ണം 10 മടങ്ങാണ് വർദ്ധിച്ചത്. അതിനിടെ അഭയാർത്ഥികളെയും കൊണ്ട് തുർക്കിയിൽ നിന്ന് ഗ്രീസിലേക്ക് പോവുകയായിരുന്ന ബോട്ട് ഈജിയൻ കടലിൽ മുങ്ങി 5 വയസ്സുകാരി മരിച്ചു. നിരവധി പേരെ കാണാതായതായും റിപ്പോർട്ടുകളുണ്ട്. ന്യൂസ് ഡെസ്ക് KMIC ന്യൂസ്. ഭീകര സംഘടനയായ ISISനെ സൃഷ്ടിച്ചത് ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദും അമേരിക്കൻ ഏജൻസിയായ CIA ചേർന്നാണെന്ന് വെളിപ്പെടുത്തൽ. നിർണായകമായ പല രഹസ്യങ്ങളും പുറത്തുവിട്ട അമേരിക്കൻ ഭരണകൂടത്തിന്റെ കണ്ണിലക്കരടായി മാറിയ മുൻ US ദേശീയ സുരക്ഷാ ഉദ്യോഗസ്ഥൻ എഡ്വാർഡ് സ്നോഡനാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തുവിട്ടത്. ISIS മേധാവി അബൂബക്കർ അൽ ബഗ്ദാദിക്ക് മൊസാദ് 1 വർഷത്തെ പരിശീലനം നൽകിയെന്നും സ്നോഡൻ വെളിപ്പെടുത്തി. കൈരളി ന്യൂസ് ചാനൽ പുറത്തുവിട്ട റിപ്പോർട്ടിലേക്ക്.
കടന്നൽക്കൂട് എന്ന് വിളിപ്പേരിട്ട രഹസ്യ പദ്ധതി വഴി അമേരിക്കയും ഇസ്രായേലും ഉൾപ്പെട്ട 3 രാജ്യങ്ങളുടെ രഹസ്യാന്വേഷണ ഏജൻസികളാണ് ISISന് രൂപം നൽകിയതെന്നാണ് എഡ്വേർഡ് സ്നോഡന്റെ വെളിപ്പെടുത്തൽ. ദേശീയ സുരക്ഷാ ഏജൻസിയുടെ രേഖകൾ ഉദ്ധരിച്ചാണ് സ്നോഡൻ വിവരങ്ങൾ പുറത്തുവിട്ടത്. സയനിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന്റെ നിലനിൽപ്പിനായി അപരനെ അഥവാ ശത്രുവിനെ സൃഷ്ടിക്കുകയെന്ന തന്ത്രമാണ് ഇതിന് പിന്നിലെന്നും സ്നോഡൻ പറയുന്നു. ഇസ്ലാമിക ഭീകരതയെ ഉയർത്തിക്കാട്ടി ഇസ്രായേലിന്റെ നിലനിൽപ്പും അസ്തിത്വവും ഉറപ്പിക്കുന്നതിനായി അതിർത്തിക്കപ്പുറം ശത്രുവെന്ന പ്രതീതി സൃഷ്ടിക്കുന്ന ഭരണകൂട ഭീകരബുദ്ധിയാണ് ISISന്റെ സൃഷ്ടിക്ക് പിന്നിലെന്ന് സ്നോഡൻ പറയുന്നു. ISIS തലവനും സ്വയം പ്രഖ്യാപിത ഖലീഫയുമായ അബൂബക്കർ അൽ ബഗ്ദാദി 1 വർഷത്തോളം മൊസാദിന്റെ സൈനിക പരിശീലന ക്യാമ്പിൽ പങ്കെടുത്തിട്ടുണ്ടെന്നും സ്നോഡൻ വെളിപ്പെടുത്തുന്നു. അബൂബക്കർ അൽ ബഗ്ദാദിക്ക് CIA-യുമായി അടുത്ത ബന്ധമുണ്ടെന്ന് പശ്ചിമേഷ്യൻ രാഷ്ട്രീയകാര്യ വിദഗ്ധൻ മാറ്റുസോ വ്യക്തമാക്കി. 2004-2009 കാലത്തെ ജയിൽവാസത്തിനിടയിലാണ് ബാഗ്ദാദി CIA-യുമായി അടുത്ത ബന്ധം പുലർത്തിയതെന്നും മാറ്റുസോ പറയുന്നു. ഭീകരാക്രമണങ്ങൾ പ്രതിരോധിക്കാനെന്ന പേരിൽ താലിബാനും അൽഖയ്ദക്കുമെതിരെ ആളില്ലാ വിമാനാക്രമണം സംഘടിപ്പിക്കുന്ന അമേരിക്ക ISISന് നേരെ അത്തരം ഇടപെടൽ നടത്താത്തത് ഈ രഹസ്യ ബാന്ധവം കൊണ്ടാണെന്നും മാറ്റുസോ പറഞ്ഞു. എഡ്വേർഡ് സ്നോഡന്റെ വെളിപ്പെടുത്തലുകളെ സാധൂകരിക്കുന്നതാണ് മാറ്റുസോവിന്റെ നിരീക്ഷണങ്ങൾ. 2006 അമേരിക്കൻ ഇറാഖ് അധിനിവേശ കാലത്ത് ആരംഭിച്ച ഒരു ഗ്രൂപ്പാണ് പിന്നീട് ISIS-ആയും ISIL-ആയും പടർന്നു പന്തലിച്ചത്. ഗൾഫ് വാർത്തകൾ. ഇന്നലെ രാവിലെ അന്തരിച്ച ഷെയ്ഖ് റാഷിദ് ബിൻ മുഹമ്മദ് റാഷിദ് അൽ മഖ്തൂമിന്റെ ഖബറടക്കം വൈകിട്ട് മഗ്രിബ് നിസ്കാരത്തിന് ശേഷം അൽ ഫഹീദിയിലെ ഉമ്മുഹുറൈൻ ഖബർസ്ഥാനിൽ നടന്നു. സഅബീൽ പള്ളിയിൽ മയ്യിത്ത് നിസ്കാരത്തിന് ശേഷമാണ് ഖബറടക്കത്തിനായി ജനാസ അൽ ഫഹീദിയിലേക്ക് കൊണ്ടുപോയത്. മയ്യിത്ത് നിസ്കാരത്തിൽ പിതാവ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ്, അബുദാബി കിരീടാവകാശി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് എന്നിവർക്ക് പുറമെ വിവിധ എമിറേറ്റുകളിലെ ഭരണാധികാരികളും പങ്കെടുത്തു. നിസ്കാരത്തിന് ശേഷം സഹോദരങ്ങളായ ഷെയ്ഖ് ഹംദാനും ഷെയ്ഖ് മക്തൂമും ചേർന്നാണ് ജനാസ പള്ളിയിൽ നിന്ന് പുറത്തേക്കെടുത്തത്. പ്രമുഖ വ്യക്തികളുടെയും കുടുംബാംഗങ്ങളുടെയും സാന്നിധ്യത്തിലായിരുന്നു ഖബറടക്കം. തികച്ചും സുന്നി ആചാരപ്രകാരമായിരുന്നു ഖബറടക്കം. ഖബറടക്ക ശേഷം ഖബറിനരികിൽ വെച്ച് കൂട്ടുപ്രാർത്ഥനയും നടന്നു. ഖബറടക്ക ദൃശ്യങ്ങളിലേക്ക്. وسمو الشيخ منصور بن زايد آل نهيان نائب رئيس مجلس الوزراء وزير شؤون الرئاسة، وسمو الشيخ حامد بن زايد آل نهيان رئيس ديوان ولي عهد أبو ظبي، راشد المكتوم رئيس عبدك ورسولك صلى الله عليه وسلم. اللهم فأنزله خير منزل، اللهم اجعل قبره روضة من رياض الجنة، اللهم إنه نزل بك وأنت خير منزول به، اللهم واغسله من ماء الثلج والبرد ونقه من الخطايا والذنوب كما ينقى من الثوب الأبيض من الدنس، اللهم جازه بالإحسان إحسانا وبالسيئات عفوا ومغفرة ورضوانا، اللهم أبدله دارا خيرا من داره وجارا خيرا من جاره وأهلا خيرا من أهله، وافسح له في قبره ومد له فيه، واجعل قبره روضة من رياض الجنة يا أرحم الراحمين. يا عبد الله يا ابن أمة الله، اذكر العهد الذي خرجت عليه من الدنيا، شهادة أن لا إله إلا الله وحده لا شريك له وأن محمد رسول الله صلى الله عليه وسلم. اللهم ثبته بالقول الثابت، اللهم ثبته بالقول الثابت، اللهم ثبته بالقول الثابت، اللهم لقنه حجته، اللهم لقنه حجته وأعطه كتابه بيمينه وجازه بالإحسان إحسانا وبالسيئات عفوا ومغفرة ورضوانا يا أرحم الراحمين يا أكرم الأكرمين. وصلى الله وسلم وبارك على سيدنا محمد وعلى آله وصحبه وسلم. الحمد لله رب العالمين. വിശുദ്ധ ഹജ്ജ് കർമ്മത്തിനായി എത്തിയ തീർത്ഥാടകർക്ക് റിസാല സ്റ്റഡി സർക്കിൾ വളണ്ടിയർമാർ അനുഗ്രഹമായി. അറഫാ ദിനത്തിന് മുമ്പുള്ള ജുമുഅ നിസ്കാരത്തിനായി ഹറം പള്ളിയിലെത്തിയ തീർത്ഥാടകർക്ക് സേവനം ചെയ്ത RSC വളണ്ടിയർമാരെ ഹറം പോലീസ് അഭിനന്ദിച്ചു. ഹറം പള്ളിയുടെ ഏറ്റവും തിരക്ക് കൂടിയ മലിക് അബ്ദുൽ അസീസ് ഗേറ്റിൽ ഹറം പോലീസിനോടൊപ്പം സേവനം ചെയ്ത RSC വളണ്ടിയർമാരായ ബഷീർ മുസ്ലിയാർ അടിവാരം, ഹംസ, അഷ്റഫ് കാസർകോട്, സിറാജ് മട്ടന്നൂർ, ആസിഫ് മേലാറ്റൂർ എന്നിവരെയാണ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഹറം പോലീസ് അഭിനന്ദിച്ചത്. തീർത്ഥാടകരുടെ തിരക്ക് കാരണം ഹറം പള്ളിയുടെ എല്ലാ വാതിലുകളും 10 മണിക്ക് മുമ്പ് തന്നെ അടച്ചിരുന്നു. പോലീസിന്റെ അറിയിപ്പ് മനസ്സിലാവാതെ പള്ളിയുടെ ഉള്ളിലേക്ക് അതിക്രമിച്ചു കയറാൻ ശ്രമിച്ച തീർത്ഥാടകർക്ക് RSC വളണ്ടിയർമാർ ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, ഉറുദു, അറബി, കന്നഡ, മലയാളം ഭാഷകളിൽ നിർദ്ദേശം നൽകിയത് തീർത്ഥാടകർക്കും പോലീസിനും സഹായമായി. അത്യുഷ്ണം വകവെക്കാതെ പോലീസിനോടൊപ്പം സേവനം ചെയ്ത RSC വളണ്ടിയർമാരെ ഹറം പോലീസ് പ്രത്യേകം അഭിനന്ദിച്ചു. വെള്ളിയാഴ്ച ദിവസത്തെ തിരക്ക് പരിഗണിച്ച് RSC സന്നദ്ധ സേവകന്മാർ ഹറമിന്റെ പ്രധാന വാതിലുകൾക്ക് പുറത്തും ഹറം പരിസരത്തും വളരെ നേരത്തെ തന്നെ നിലയുറപ്പിച്ചിരുന്നു. ഇന്ത്യൻ ഹാജിമാർക്ക് സൌകര്യപ്പെടുത്തിയിരുന്ന വിവിധ ബസ് സ്റ്റേഷനുകളിലേക്ക് തീർത്ഥാടകരെ തിരിച്ചുവിടാൻ RSC വളണ്ടിയർമാർ പരിശ്രമിച്ചിരുന്നു. അസീസിയിൽ താമസിക്കുന്ന ഇന്ത്യൻ ഹാജിമാർക്ക് ഹറമിലേക്ക് വരുന്നതിനും പോകുന്നതിനും ഒരുക്കിയിട്ടുള്ള വാഹന സൌകര്യങ്ങൾ ലഭ്യമാക്കുന്നതിന് RSC വളണ്ടിയർമാർ കഠിന പരിശ്രമം നടത്തി.
RSC വളണ്ടിയർമാരുടെ സേവനം നേരിട്ട് കണ്ട സ്വദേശി പൌരന്മാർ വളണ്ടിയർമാർക്ക് ശീതളപാനീയങ്ങളും കുടിവെള്ളവും എത്തിക്കാനും മറന്നില്ല. സേവനത്തിന് സൈദലവി സഖാഫി, സമദ് പെരിമ്പലം, സലാം ഇരുമ്പുഴി, ജലീൽ മാസ്റ്റർ വടകര, ഉസ്മാൻ കുറുകത്താണി, അബൂബക്കർ, അബ്ദുറഹ്മാൻ സഖാഫി തുടങ്ങി പ്രമുഖ RSC നേതാക്കൾ നേതൃത്വം നൽകി. സംഘടനാ വാർത്തകൾ. 2016-18 പ്രവർത്തന കാലയളവിലേക്കുള്ള പുതിയ സാരഥികളെ തിരഞ്ഞെടുക്കുന്നതിന്റെ മുന്നോടിയായി SYS മെമ്പർഷിപ്പ് ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കം. തയ്യാറെടുപ്പുകൾ പൂർത്തിയായതായി സംസ്ഥാന ED ചെയർമാൻ സയ്യിദ് ത്വാഹ സഖാഫി, ചീഫ് മുഹമ്മദ് പറവൂർ എന്നിവർ അറിയിച്ചു. യൂണിറ്റ് ഘടകങ്ങൾ നേരത്തെ തയ്യാറാക്കിയ സാധ്യതാ ലിസ്റ്റ് പ്രകാരം സംഘകുടുംബത്തിൽ ചേർക്കാൻ യോഗ്യതയുള്ള മുഴുവൻ അംഗങ്ങളെയും നിശ്ചിത ഫോറത്തിൽ ചേർക്കുന്ന പ്രവർത്തനങ്ങൾക്കാണ് നാളെ തുടക്കം കുറിക്കുക. അടുത്ത ജനുവരി 1-ന് 18 വയസ്സ് പൂർത്തിയായവരെയാണ് ചേർക്കുക. പുതുതായി രൂപവൽക്കരിക്കപ്പെടുന്ന ബഹുജന സംഘടന കൂടി ലക്ഷ്യം വെക്കുന്നതിനാൽ 18 കഴിഞ്ഞ മുഴുവൻ പേരെയും അണിചേർക്കും. ഒപ്പം തന്നെ ചേർത്തവരുടെ പൂർണ്ണ വിവരങ്ങൾ ഓൺലൈൻ വഴി സൈറ്റിൽ അപ്ലോഡ് ചെയ്യും. ഇത്തവണ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് അപ്ലോഡിംഗിന് സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. നാളെ ആരംഭിക്കുന്ന പ്രവർത്തനങ്ങൾ 27-ന് മെമ്പർഷിപ്പ് ഡേയിൽ പൂർത്തീകരിക്കും. അന്ന് യൂണിറ്റുകളിൽ അംഗത്വമെടുക്കാനുള്ള പ്രത്യേക കൌണ്ടറുകൾ സ്ഥാപിക്കും. അടുത്ത മാസം 5-ന് അപ്ലോഡിംഗും 15-നകം അനുബന്ധ നടപടികളും പൂർത്തിയാക്കും. 16 മുതൽ 25 വരെ അപേക്ഷകളിൽ സൂക്ഷ്മ പരിശോധന നടത്തി 31-നകം യൂണിറ്റുകൾക്ക് മെമ്പർഷിപ്പ് രജിസ്റ്റർ നൽകും. തുടർന്ന് യൂണിറ്റ് മുതൽക്കുള്ള പുനഃസംഘടനാ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. മലപ്പുറം വേങ്ങര അൽഹിസാനിൽ നടക്കുന്ന TT ഉസ്താദ് 11ാമത് ആണ്ട് നേർച്ച ഇന്ന് സമാപിക്കും. ഇന്ന് രാവിലെ 7:30-ന് നടന്ന ഖത്ം ദുആക്ക് സയ്യിദ് ജാഫർ തുറാബത്തങ്ങൾ പാണക്കാട് നേതൃത്വം നൽകി. 10-ന് നടന്ന പഠന ക്ലാസ് ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് ഉദ്ഘാടനം ചെയ്തു. അലവി സഖാഫി കൊളത്തൂർ വിഷയാവതരണം നടത്തി. വൈകിട്ട് 7:30-ന് നടക്കുന്ന സമാപന അനുസ്മരണ സമ്മേളനത്തിൽ സയ്യിദ് അലി ബാഫഖി തങ്ങൾ പ്രാർത്ഥന നടത്തും. സുലൈമാൻ മുസ്ലിയാർ അധ്യക്ഷത വഹിക്കും. പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. കാന്തപുരം AP മുഹമ്മദ് മുസ്ലിയാർ മുഖ്യ പ്രഭാഷണം നടത്തും. സമാപന പ്രാർത്ഥനയ്ക്ക് ഹബീബ് കോയത്തങ്ങൾ ചെരക്കാപ്പറമ്പ് നേതൃത്വം നൽകും. SSF സംസ്ഥാന കമ്മിറ്റി 3 കേന്ദ്രങ്ങളിലായി സംഘടിപ്പിക്കുന്ന സോണൽ മീറ്റുകൾക്ക് കോഴിക്കോട് തുടക്കമായി. സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് അലി കിനാലൂർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സമിതി അംഗം CP ഷഫീഖ് ബുഖാരി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ഹയർ സെക്കൻഡറി കൺവീനർ CK ഷക്കീർ പദ്ധതി അവതരിപ്പിച്ചു. TK റിയാസ്, ജലീൽ ഹസനി കാന്തപുരം പ്രസംഗിച്ചു. ഇന്നലെ മരണപ്പെട്ട ദുബൈ ഭരണാധികാരിയും UAE വൈസ് പ്രസിഡന്റുമായ ഷേഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ മൂത്തമകൻ ഷേഖ് റാഷിദ് ബിൻ മുഹമ്മദ് അൽ മക്തൂമിനു വേണ്ടി മർക്കസിൽ പ്രാർത്ഥനാ മജ്ലിസ് സംഘടിപ്പിച്ചു. മസ്ജിദ് ഹാമിലിയിൽ സംഘടിപ്പിച്ച പ്രാർത്ഥനാ മജ്ലിസിന് ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് നേതൃത്വം നൽകി. മർക്കസ് മുദരിസുമാരും സയ്യിദരും വിദ്യാർത്ഥികളും പങ്കെടുത്തു. സുൽത്താൻ ബത്തേരി മർക്കസ് ദഅവയുടെ ആഭിമുഖ്യത്തിൽ വാഗേരി സാന്ത്വന കേന്ദ്രത്തിൽ വെച്ച് നടന്ന കുടുംബസംഗമം പ്രൌഢമായി. 100-കണക്കിന് ആളുകൾ പങ്കെടുത്ത സംഗമം SYS ജില്ലാ പ്രസിഡന്റ് KO അഹമ്മദ് കുട്ടി ബാക്കവി ഉദ്ഘാടനം ചെയ്തു. മർക്കസ് ദഅവ വൈസ് പ്രസിഡന്റ് ബഷീർ അൽ ജിഫ്രി അധ്യക്ഷത വഹിച്ചു. കീലത്ത് മുഹമ്മദ് മാസ്റ്റർ, അബൂബക്കർ സഖാഫി വെണ്ണക്കോട് ക്ലാസ് എടുത്തു. മുഫത്തിഷ് സുബൈർ ബാക്കവി, കുഞ്ഞിമൊയ്തീൻ സഖാഫി, ഉനൈസ് സഖാഫി സംസാരിച്ചു. SYS സർക്കിൾ സെക്രട്ടറി ജാഫർ സ്വാദിഖ് സ്വാഗതം പറഞ്ഞു. രാവിലെ ആരംഭിച്ച കുടുംബസംഗമം വൈകുന്നേരം നടന്ന പ്രാർത്ഥനാ സദസ്സോടെ സമാപിച്ചു. ഇനി KMC ന്യൂസ് ഗസ്റ്റ് ഡെസ്കിൽ അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. ഇരുളിൻ പുക നീക്കിടാം, കരളിൽ ഹിമപൂച്ചൂടാം, നേരിൻ തിരിനാളമിടാം, പാലിൽ ചിരിത്താരുതിരാൻ, കൈരളിയിൽ ഹൈറുടരാൻ, ശൈലങ്ങളിലും വിതറാം, തളിരിൻ ചെടി വിത്തുകളാൽ ഹരിത. ബഹുമാനപ്പെട്ട ഉസ്താദിന് KMC ന്യൂസിലേക്ക് സ്വാഗതം. ലോകരാഷ്ട്രങ്ങളിൽ മുസ്ലിമീങ്ങൾ വളരെ ദുഃഖകരമായ ഒരു അവസ്ഥ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പല രാഷ്ട്രങ്ങളിലും യുദ്ധങ്ങളും ഭീകരാക്രമണങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. സിറിയയിൽ നിന്ന് നിരവധി അഭയാർത്ഥികൾ കടൽ മാർഗം മറ്റു രാഷ്ട്രങ്ങളിൽ അഭയം തേടിക്കൊണ്ടിരിക്കുന്നു. ഈയിടെ തുർക്കി തീരത്തടഞ്ഞ പിഞ്ചുബാലൻ അയലാൻ കുർദിയുടെ ചിത്രം ഈ സംഭവങ്ങളിലേക്ക് ലോക ശ്രദ്ധ തിരിക്കാൻ കാരണമായിട്ടുണ്ട്. ഈ സമയത്ത് ഇസ്രായേൽ അടക്കം ചില രാഷ്ട്രങ്ങൾ അഭയാർത്ഥികൾ തങ്ങളുടെ രാജ്യത്തേക്ക് കടക്കാതിരിക്കാൻ വേണ്ടി വൻമതിൽ പണി കഴിപ്പിക്കുകയാണ്. ഈ ഒരു അവസ്ഥയിൽ സൗദി അറേബ്യ 30 ലക്ഷത്തോളം അഭയാർത്ഥികളെ സ്വീകരിച്ചു എന്നാണ് അറിയുന്നത്. അങ്ങ് എങ്ങനെ പ്രതികരിക്കുന്നു ഇതിനോട്? പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് മുസ്ലിം ലോകം വളരെ വേദനയിലും ദുഃഖത്തിലും ആണ്.
ഇറാഖ് തുടങ്ങി സിറിയ, യമൻ, അഫ്ഗാനിസ്ഥാൻ, ലിബിയ തുടങ്ങി എല്ലാ നാടുകളിലും യുദ്ധങ്ങളും പരസ്പരം പോരാട്ടങ്ങളും നടന്ന് നിരവധി മുസ്ലിംകൾ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം മുസ്ലിമായ ഏതൊരു വ്യക്തിയും ദുഃഖിക്കുകയും വേദനിക്കുകയും ചെയ്യുന്നു. അത് എത്രയും പെട്ടെന്ന് നിർത്തി ലോക സമാധാനം ഉണ്ടാവാൻ വേണ്ടി എല്ലാവരും ഈ ഹജ്ജ് വേളയിൽ പുണ്യമായ മാസത്തിൽ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണമെന്നാണ് ആദ്യമായി എനിക്ക് പറയാനുള്ളത്. അൽഹംദുലില്ലാഹ്, സിറിയയിൽ നിന്നും ഓടി അമേരിക്കയിലും മറ്റ് യൂറോപ്യൻ നാടുകളിലും ചെന്നെത്തി മതം തന്നെ മാറിപ്പോകാൻ സാഹചര്യമുണ്ടാകുന്ന ഈ അവസ്ഥയിൽ സിറിയൻ ജനതയെ ബഹുമാനപ്പെട്ട സൗദി ഗവൺമെന്റ് ഏറ്റെടുത്തു, അഭയാർത്ഥികളെ സ്വീകരിച്ചു എന്ന് അറിയുന്നതിൽ നാം അതിയായി സന്തോഷിക്കുകയും ഗവൺമെന്റിനെ അതിൽ നാം അഭിനന്ദിക്കുകയും ചെയ്യുന്നു. കാരണം തീർച്ചയായും അവരുടെ ജീവിതം നല്ല നിലയിലാകുന്നതോടൊപ്പം മുർത്തത്തായി പോകാതെ മുസ്ലിമായി തന്നെ അവർക്ക് ജീവിക്കാൻ സാധിക്കുമെന്നതാണ് അതിൽ നാം കാണുന്ന ഏറ്റവും പ്രധാനമായ വശം. അതുകൊണ്ട് തന്നെ സൗദി ഗവൺമെന്റ് ഈ അഭയാർത്ഥികളെ ഏറ്റെടുത്തത് പ്രശംസനീയവും സ്വാഗതാർഹവും ആണ് എന്ന് അറിയിക്കുകയും ഗവൺമെന്റിനെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. ലക്ഷക്കണക്കിന് ഹാജിമാർ മക്കയിലും മദീനയിലും എത്തിക്കഴിഞ്ഞു. അങ്ങും ഹജ്ജ് കർമ്മത്തിനായി പുണ്യഭൂമിയിലെത്തിക്കഴിഞ്ഞു. ആ പുണ്യഭൂമിയിൽ വെച്ച് നൽകാനുള്ള ഹജ്ജ് സന്ദേശം എന്താണ്? അതുപോലെ അങ്ങേക്കറിയാം, ഹജ്ജ് കർമ്മത്തിനെത്തിയ നിരവധി ഹാജിമാർ ക്രെയിൻ ദുരന്തത്തിൽ മരണപ്പെട്ടിരിക്കുന്നു. ഹജ്ജ് ഭാഷദേശ വ്യത്യാസമില്ലാതെ എല്ലാ പണക്കാരും പാവപ്പെട്ടവരും പണ്ഡിതരും പാമരന്മാരും ഒരുമിച്ച് കൂടുന്ന ലോകത്ത് വെച്ച് ഏറ്റവും വലിയ സമ്മേളനമാണ് പരിശുദ്ധ ഹജ്ജ് കർമ്മം. അതിലാർക്കും തർക്കമില്ല. ഈ ഹജ്ജ് കർമ്മം നമുക്ക് നൽകുന്ന പാഠം ഐക്യവും സമാധാനവും യോജിപ്പുമാണ്. ജനങ്ങൾ എത്ര വലിയ പണക്കാരായാലും പാവപ്പെട്ടവരായാലും പണ്ഡിതരും പാമരന്മാരും എല്ലാ ജനങ്ങളും അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന ഈ തൗഹീദിന്റെ ലബ്ബൈക് അല്ലാഹുമ്മ എന്ന തൗഹീദിന്റെ ആ മാനിയിൽ അർത്ഥത്തിൽ ഒത്തുജീവിക്കണമെന്ന് പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ മദ്രസ പോലെയാണ് ഹജ്ജ് നമുക്ക് നൽകുന്ന പാഠം. അതുകൊണ്ട് തന്നെ ലോകജനങ്ങൾ മുഴുവനും ഇന്ന് ഏറ്റവും അധികം പരിഗണിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും ലോക സമാധാനവും ലോകത്ത് ഉള്ള ഐക്യവും ഉണ്ടാകുന്നതിനു വേണ്ടിയാണെന്ന് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയും അതേസമയം പരിശുദ്ധ കാബയുടെ അടുത്ത് വെച്ച് ഉണ്ടായ ക്രെയിൻ അപകടത്തിൽ മരണപ്പെട്ടു പോയവരോട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരുടെ കുടുംബ ബന്ധുക്കളോട് നമ്മുടെ എല്ലാവിധ അനുശോചനങ്ങളും അവർക്ക് അറിയിക്കുകയും ആ അനുശോചന പ്രാർത്ഥനയിലും അനുശോചനത്തിലും നമുക്ക് വീണ്ടും വീണ്ടും പറയാനുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള അപകടത്തിൽ ഒരിക്കലും ആരെയും ഉൾപ്പെടുത്താതിരിക്കുമാറാകട്ടെ എന്നും പരിശുദ്ധ ഹറം ഷരീഫിനെയും കഅബ ഷരീഫിനെയും അതുപോലെ മദീന മുനവ്വറയെയും മസ്ജിദുൽ അഖ്സയെയും അല്ലാഹു തആല സംരക്ഷിക്കുമാറാകട്ടെ. എല്ലാ ശർറിൽ നിന്നും അല്ലാഹു തആല സംരക്ഷിച്ച്
കാവൽ നൽകുമാറാകട്ടെ എന്ന പ്രാർത്ഥനയും ഈ സമയത്ത് നാം പ്രധാനമായി കണക്കിലെടുക്കണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. സർവശക്തനായ അള്ളാഹു ഹറമൈൻ ഷരീഫിനെ സംരക്ഷിക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും ഉത്തരവാദപ്പെട്ട ആളുകൾക്ക് അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. പരിശുദ്ധമായ ഹജ്ജ് നിർവഹിക്കുവാൻ, അതിന്റെ ക്രമാനുസരണം നിയമാനുസരണം നിർവഹിക്കുവാൻ എല്ലാ ആളുകൾക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്നലെ ദുബായ് ഭരണാധികാരിയുടെ മൂത്ത മകൻ ഷേഖ് റാഷിദ് ബിൻ മുഹമ്മദ് അൽ മഖ്തൂം മരണപ്പെട്ടിരിക്കുന്നു. ദുബായ് ഭരണാധികാരിയും UAE വൈസ് പ്രസിഡന്റുമായ സുമു ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം അവരുടെ മൂത്ത മകൻ ഷെയ്ഖ് റാഷിദ് ബിൻ മുഹമ്മദ് മരണപ്പെട്ട വാർത്ത അറിയാൻ സാധിച്ചു. എല്ലാ ദുഃഖവും രേഖപ്പെടുത്തുകയും ഇന്ത്യ രാജ്യത്തുള്ള ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ, പ്രത്യേകിച്ച് ഞങ്ങളുടെ സംഘടനയുടെ എല്ലാവിധ ദുഃഖവും അറിയിക്കുകയും ആ ദുഃഖത്തിൽ ഞങ്ങൾ പങ്കാളികളാവുകയും ചെയ്യുന്നു. ഒരു മുഅ്മിൻ മരണപ്പെട്ടു എന്നാൽ അതിൽ ദുഃഖം പ്രകടിപ്പിക്കൽ ഇസ്ലാം അനുവദിച്ചിട്ടുള്ളതാണ്. അമിതമായ ദുഃഖാചരണം മാത്രമാണ് ഇസ്ലാം വിരോധിച്ചിട്ടുള്ളത്. അല്ലാഹു തആല അദ്ദേഹത്തിന് സ്വർഗം പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സോഷ്യൽ മീഡിയ വളരെ പ്രസക്തിയാർജിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഗുണങ്ങൾ ലഭിക്കുന്നുണ്ട്, അതുപോലെ ദോഷങ്ങളുമുണ്ട്. നമ്മുടെ പ്രസ്ഥാനത്തെയും നേതാക്കളെയും തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും വ്യാജ വാർത്തകളിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരം സംരംഭങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഇത്തരം സംരംഭങ്ങളുടെ പ്രവർത്തകരോടായി അങ്ങേക്ക് നൽകാനുള്ള ഉപദേശം എന്താണ്? എല്ലാം ഈ വഴിക്ക് തിരിച്ചുവിടുകയും സത്യം സത്യമായി അവതരിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ സത്യത്തിലേക്ക് കൊണ്ടുവരാൻ എല്ലാ മീഡിയകളും ഉത്സാഹിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ന് കണ്ടവർ കണ്ടമാതിരി പറയുകയും തോന്നിയതെല്ലാം എഴുതുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഏറ്റവും വലിയ ദുഃഖകരമായ ഒരവസ്ഥയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരുടെയും കയ്യിൽ വാട്സപ്പുകളും അതുപോലെ ട്വിറ്ററുകളും മറ്റ് എല്ലാ മാർഗങ്ങളും നിറഞ്ഞു ഇരിക്കെ കള്ളത്തരങ്ങളും തെറ്റിദ്ധാരണകളും പരത്താൻ ഇവ ഉപയോഗിക്കുന്നത് ഏറ്റവും വലിയ അപകടകരമാണ്. അതേസമയം എല്ലാ വാർത്താ മാർഗങ്ങളും മീഡിയകളും സത്യത്തെ സത്യമായി അവതരിപ്പിക്കാനും ജനങ്ങളെ സമാധാനത്തിലേക്കും യോജിപ്പിലേക്കും ഐക്യത്തിലേക്കും കൊണ്ടുവരാനുള്ള ക്ഷണം ആവട്ടെ അതിന്റെ ഉദ്യമം എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. വാക്കുകൾ നിർത്തുകയാണ്. നന്ദി ഉസ്താദ്, അങ്ങയുടെ വിലപ്പെട്ട സമയം KMAC ന്യൂസിനോടൊപ്പം ചിലവഴിച്ചതിന്. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഭീകര സംഘടനയായ ISISനെ സൃഷ്ടിച്ചത് ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദും അമേരിക്കൻ ഏജൻസിയായ CIA ചേർന്നാണെന്ന് വെളിപ്പെടുത്തൽ. പട്ടേൽ സമുദായത്തിന് സംവരണം ആവശ്യപ്പെട്ട് പ്രക്ഷോഭം നടത്തിയ യുവനേതാവ് ഹാർദിക് പട്ടേലിന് ജാമ്യം. ധർമ്മ പതാകയേന്തുക SYS മെമ്പർഷിപ്പ് ക്യാമ്പയിന് നാളെ തുടക്കം. അഭയമില്ലാതെ ആയിരങ്ങൾ ക്രൊയേഷ്യൻ അതിർത്തിയിൽ, അഭയാർത്ഥി പ്രശ്നത്തിന് പരിഹാരം കാണാൻ അടിയന്തര യോഗം. പുണ്യഭൂമിയിൽ കർമ്മോത്സുകരായി RSC വളണ്ടിയർമാർ, RSCക്ക് ഹറം പോലീസിന്റെ അഭിനന്ദനം. ഷേഖ് റാഷിദ് ബിൻ മുഹമ്മദ് അൽ മഖ്തൂമിന് യാത്രമൊഴി, പ്രമുഖ വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും സാന്നിധ്യത്തിൽ ഖബറടക്കി. ഖബറടക്കം തികച്ചും സുന്നി ആചാരപ്രകാരം. ഇതോടെ KMAC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMAC newstime@gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.